MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ ഈ മാസം 18 വരെ നീട്ടി. തീരുമാനം ബുധനാഴ്ച നടത്തിയ DGMO തല ചർച്ചയിൽ. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ ഈ മാസം 18 വരെ നീട്ടി. ബുധനാഴ്ച നടത്തിയ DGMO തല ചർച്ചയിലാണ് തീരുമാനം. ഇന്ത്യയുടെ DGMO രാജീവ് ഖായ് പാകിസ്ഥാൻ DGMOയുമായി ഹോട്ട്ലൈൻ വഴിയാണ് ചർച്ച നടത്തിയത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തുനിന്നും വിഷയത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കഴുത്തിൽ ആഴത്തിൽ മുറിവ്, പുഷ്ടഭാഗത്തുനിന്ന് മാംസം കടിച്ചെടുത്തു. കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മലപ്പുറം കാളികാവിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കഴുത്തിന് ആഴത്തിൽ കടിയേറ്റുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പൃഷ്ഠഭാഗത്തുനിന്നും മാംസം കടിച്ചെടുത്തു. ആഴത്തിലുള്ള മുറിവും രക്തം വാർന്നതുമാണ് മരണകാരണം. ശരീരമാസകലം കടുവയുടെ പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. മാറ്റം സംബന്ധിച്ച് 2 തവണ സുധാകരനുമായി സംസാരിച്ചു. കെ സുധാകരന്റെ വാദം തള്ളി AICC. മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ വാദം തള്ളി AICC. പുനഃസംഘടനയിൽ ചർച്ച നടത്തിയിട്ടില്ലെന്ന സുധാകരന്റെ വാദം ഹൈക്കമാൻഡ് തള്ളി. മാറ്റം സംബന്ധിച്ച് 2 തവണ സുധാകരനുമായി സംസാരിച്ചു. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷകഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു. എന്നെപ്പോലെ മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ലോകോത്തര നിലവാരം. തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകൾ ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ച തലസ്ഥാനത്തെ ഏറ്റവും വലിയ സ്മാർട്ട് റോഡ് ഇന്ന് നാടിന് സമർപ്പിക്കും. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിന്റെ നിർമ്മാണം. സംസ്ഥാനത്ത് എല്ലായിടങ്ങളിലേക്കും സ്മാർട്ട് റോഡ് വ്യാപിപ്പിക്കുവാനാണ് സർക്കാർ ആലോചന. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പുത്തൻ ആയുധങ്ങൾ വാങ്ങുവാൻ ഇന്ത്യൻ സേനയ്ക്ക് 50,000 കോടി കൂടി. പ്രതിരോധ ബജറ്റിൽ 50,000 കോടി രൂപ കൂടി വർദ്ധിപ്പിക്കുവാൻ ധാരണ. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് നീക്കം. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ അനുമതി നേടും. പുത്തൻ ആയുധങ്ങൾ വാങ്ങുവാനും സൈനിക രംഗത്തെ ഗവേഷണത്തിനും പണം ചിലവഴിക്കും. ഇതോടെ പ്രതിരോധ ബജറ്റ് 7 ലക്ഷം കോടി കടക്കും. സോഫിയ ഖുറേഷിക്കെതിരായ വിവാദ പരാമർശം. മധ്യപ്രദേശ് BJP മന്ത്രി വിജയ് ഷായുടെ ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിവാദ പരാമർശത്തിൽ BJP മന്ത്രി കൻവർ വിജയ് ഷായുടെ ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മാധ്യമങ്ങൾ വിഷയത്തെ വളച്ചൊടിച്ചെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണം എന്നുമാണ് ആവശ്യം. ഇന്നലെ ഹർജി പരിഗണിച്ച സുപ്രീംകോടതി മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ അഡ്വക്കേറ്റ് ബേലിൻ ദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സ്ത്രീത്വത്തെ അപമാനിക്കൽ, കരുതിക്കൂട്ടിയുള്ള മർദ്ദനം, അന്യായമായി തടങ്കലിൽ വയ്ക്കൽ എന്നീ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ജൂനിയർ അഭിഭാഷകയായ ശ്യാമിലിയെ ബോധപൂർവം ആക്രമിച്ചതല്ലെന്ന് അഡ്വക്കേറ്റ് ബേലിൻ മൊഴി നൽകി. നാളെ മുതൽ ഗ്യാലറികൾ വീണ്ടും സജീവമാകും. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച IPL ക്രിക്കറ്റ് മത്സരം നാളെ പുനരാരംഭിക്കും. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് മത്സരം. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ബംഗളൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം പുനരാരംഭിക്കുക. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.